ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു വെജിറ്റബിളിനെ വെച്ചിട്ട് 3 റെസിപ്പീസാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് ഈ വെജിറ്റബിളിനകത്ത് ഇത്ര പ്രത്യേകത എന്നല്ലേ, ഇത് നമ്മുടെ ചോയate, അതുപോലെ തന്നെ നമ്മൾ പറയുന്ന ചൗchow. ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾ ആണ് കേട്ടോ. ലുക്കിൽ നമ്മളെ പേരക്കനെ പോലെ ഉണ്ടെങ്കിലും ടേസ്റ്റ് വൈസ് നോക്കിയാൽ പപ്പായൻ്റെ ഒക്കെ പോലെയാണ് കേട്ടോ. ഇത് നമ്മൾ കേരളത്തിൽ കുറേ കാലമായി മുമ്പ് വരെ ഒന്നും വല്ലാണ്ട് പരിചയമില്ലായിരുന്നു. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് നന്നായിട്ട് കേരളത്തിൽ ഇറങ്ങുന്നുണ്ട്, കുറേ പേര് കൃഷിയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു വെജിറ്റബിളിന് കുറേ അധികം ഗുണങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ജസ്റ്റ് നമുക്കൊന്ന് ഓടിച്ച് നോക്കാം കേട്ടോ. ഇതിൽ വിറ്റാമിൻ സി അടങ്ങുന്നുണ്ട്, അതേപോലെ തന്നെ വിറ്റാമിൻ B6, പ്രോട്ടീൻസ്, റിച്ച് ഓഫ് പ്രോട്ടീൻസ് ആണ്, കുറേ പ്രോട്ടീൻസ് ഉണ്ട്. അതുപോലെ ഇരുമ്പ്, കോപ്പർ ഒക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളെ ബ്ലഡിലുള്ള ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാനും ബ്ലഡ് കൂടാനും വരൾച്ച പോലുള്ള സ്കിന്നിൻ്റെ പ്രോബ്ലംസ് നിർത്താനൊക്കെ ഇതൊരു അടിപൊളി ഐറ്റാണ്. അതുപോലെ കുട്ടികളിൽ ഉണ്ടാകുന്ന ചെറിയ ഇച്ചിങ്ങൊക്കെ ഇത് മാറ്റി തരുന്നുണ്ട് കേട്ടോ. നമ്മുടെ തൈറോയിഡിനൊക്കെ നല്ല ബെസ്റ്റ് ഒരു സംഭവം തന്നെയാണ് ഈ ഒരു വെജിറ്റബിൾ. ഇതുകൊണ്ട് നമുക്ക് ഉപ്പേരി മാത്രമല്ല, കറിയും അതുപോലെ പല ഐറ്റംസ്, സലാഡും പച്ചക്ക് വരെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ തൈറോയിഡ് ഉള്ളവർക്കൊക്കെ നല്ലതാണെന്ന് പറയുമ്പോൾ കുറേ ആൾക്കാർക്ക് ഒരു ആശ്വാസമായിട്ടുണ്ടാവും അല്ലേ. അപ്പം തൈറോയിഡിന് മാത്രമല്ല, നമ്മളെ ബ്ലഡ് കൂടാൻ, അതേപോലെ പ്രഗ്നൻറ്റ് ലേഡീസിനൊക്കെ പ്രഗ്നൻസി എളുപ്പമാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വെജിറ്റബിളാണ് കേട്ടോ. കുട്ടികൾക്കും നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിന്ന് ഒരു ഈസി ആയിട്ടുള്ള 3 റെസിപ്പിയിലോട്ടാണ് പോകുന്നത്. ആദ്യം നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ തൊലി കളഞ്ഞിട്ട് എടുക്കുന്നത് തോരന് വേണ്ടിയിട്ടാണ്. സാധാരണ ഇതിൻ്റെ തൊലി അത്ര കട്ടിയില്ലാത്തതാണ്, നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കളയണം എന്നൊരു നിർബന്ധമില്ല. ഞാൻ ജസ്റ്റ് തോരൻ വെക്കല്ലേ വിചാരിച്ചിട്ടൊന്ന് കളഞ്ഞെടുക്കുകയാണ് കേട്ടോ. ഇതിനതുപോലെ തന്നെ ഒരു കറ പോലെയുള്ള ഒരു സംഭവമുണ്ട്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് കഴുകിയിട്ട് വേണം നമ്മളിത് യൂസ് ചെയ്യാൻ. അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു സീഡ് വരുന്നുണ്ട്, അത് നമ്മൾ കളഞ്ഞിട്ട് അതിൻ്റെ ചുറ്റുമുള്ള ഒരു കട്ടിയുള്ള പോർഷൻ കൂടി കളഞ്ഞെടുക്കുന്നുണ്ട്. എന്നിട്ട് കട്ടിയില്ലാണ്ട് അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ഒരിക്കലും തോരന് വേണ്ടിയിട്ട് കട്ടിയില്ലാണ്ട് അരിയണം എന്ന് ഞാൻ പറയൂല. അത്യാവശ്യം ഒരു ക്യൂബ് സൈസിൽ കട്ട് ചെയ്താലും ഇത് എളുപ്പത്തിൽ കുക്ക് ചെയ്യാൻ പറ്റുന്നൊരു വെജിറ്റബിളാണ് കേട്ടോ. പിന്നെ ഞാൻ മെയിനായിട്ടുള്ളതിൻ്റെ ഉപയോഗം പറഞ്ഞില്ല. ഇത് നമ്മൾ ഫാറ്റി ചീത്ത കൊളസ്ട്രോളിനെയൊക്കെ കുറക്കുന്നതാണ്. കാരണം ഇതിലൊരു ശതമാനം പോലും ഫാറ്റ് ഇൻക്ലൂഡഡ് അല്ല കേട്ടോ. അപ്പോൾ ഞാനിത് അരിഞ്ഞ് കുറച്ച് വെള്ളത്തിലിട്ട് കേക്ക് എടുക്കുന്നുണ്ട്. അതൊരു അബദ്ധമാണ് സത്യം പറഞ്ഞാൽ. വെള്ളം വീണ്ടും നമ്മൾ ഉപ്പേരി വെക്കുമ്പോൾ പൊന്തിയിട്ട് വരും. അതുകൊണ്ടാണ് കേട്ടോ, അങ്ങനെ ചെയ്യേണ്ടതില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലോണം ഊറ്റിയതിന് ശേഷം മാത്രം കുക്ക് ചെയ്യുക. നമ്മൾ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്, കടുക് പൊട്ടിച്ചിട്ടുണ്ട്, ഒരു വലിയുള്ളി കുനുകുന അരിഞ്ഞതും കറിവേപ്പില കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഓവറായിട്ട് കുക്കാവൊന്നും വേണ്ട, നമ്മൾ ഇതിൽ ചൗച്ചൗട്ട് കുക്ക് ചെയ്യാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വഴണ്ട് വരുന്നതിൻ്റെ ശേഷം നമ്മളിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറാനാണ് കേട്ടോ നമ്മൾ ഡയറക്റ്റായിട്ട് ഈ ഒരു ഓയിലിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നത്. കളറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി നമ്മളെ ഹെൽത്തിന് നല്ലതല്ലേ. അപ്പോൾ അതവിടെ കിടക്കട്ടെ. അതൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചൗchow ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കും. അടച്ച് വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അടച്ച് വെച്ച് കുക്ക് ചെയ്യുമ്പോൾ പറ്റുന്ന പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഇതിൽ വെള്ളം ഇറങ്ങിയിട്ട് വരികയാണ്. അപ്പോൾ നമ്മൾ ഉപ്പും ആവശ്യത്തിനിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. പെട്ടെന്ന് കുക്കായി വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ ഉപ്പൊക്കെ സെറ്റാക്കിയിട്ട് ഒന്ന് ഇളക്കിയെടുക്കണം. അതുപോലെ ഇത് നന്നായിട്ട് കുറഞ്ഞു വരിക എന്ന് പറഞ്ഞാൽ വേവുമ്പോൾ ചുരുങ്ങിയിട്ട് വരും. അതുകൊണ്ട് കൂടുതൽ ഉപ്പ് ആദ്യം തന്നെ ഇടേണ്ട ആവശ്യമില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒന്നും വേവുള്ളൊരു സംഭവമല്ല. നമ്മളെ പപ്പായൻ്റെ അത്ര കൂടി വേവില്ലാത്തൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാനൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യുന്നുണ്ട്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾറെഡി ഇത് പെട്ടെന്ന് തന്നെ കുക്കായി വരുന്നുണ്ടെന്ന്. ഇനി നമുക്കിതിലേക്കുള്ള അരപ്പ് കൂടി വേഗം തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു 1/4 മുറി തേങ്ങ ചിരവിയത്, 2 പച്ചമുളക്, ഒരു 3-4 അല്ലി വെളുത്തുള്ളി കൂടി ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഓവറായിട്ട് ചതയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ വെന്ത് വന്നിട്ടുള്ള ചൗച്ചൗവിലേക്ക് ഇതിട്ട് കൊടുക്കുകയാണ്. ഈ ഒരു അവസ്ഥയിൽ വെള്ളം വറ്റിയ ശേഷമാണ് കേട്ടോ നമ്മൾ ഈ ഒരു തേങ്ങ ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ നമ്മുടെ ചൗച്ചൗവിൻ്റെ കുക്കായി. കാരണം തേങ്ങക്ക് ഓവറായിട്ടുള്ള വേവൊന്നുമില്ല, ജസ്റ്റ് ആ തേങ്ങയൊന്ന് വെന്താൽ മതി കേട്ടോ. അപ്പം അടിപൊളിയായിട്ടുള്ളൊരു തോരനാണ്. നിങ്ങൾ ലൈഫിൽ മസ്റ്റ് ട്രൈ ആണ്. കൂടാണ്ട് ഹെൽത്തി ആയിട്ടുള്ളൊരു തോരൻ കൂടി ആയതുകൊണ്ട് എന്തായാലും നിങ്ങളിത്
ട്രൈ ചെയ്ത് നോക്കണം ഒരു തവണയെങ്കിലും. നമ്മളെ റൈസ്ക്ക് ഇതല്ലാണ്ട് വേറെ ഒന്നും വേണ്ട, ഈ ഒരു സംഭവം മാത്രം കൂട്ടിയിട്ടും നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ മക്കളെയൊക്കെ ഇത് ഷുവറായിട്ടും കഴിപ്പിക്കണം. ഇനി അടുത്തതായിട്ട് നമ്മൾ 2 ചൗച്ചവ് കൂടി എടുത്തിട്ടുണ്ട്. അടുത്ത റെസിപ്പിയിലോട്ട് പോകാം കേട്ടോ. ഇത് ഞാൻ ഹെൽത്തി ആണെന്നൊന്നും പറയുന്നില്ല, നമ്മൾ 2 ടൈപ്പ് പിക്കിൾസാണ് ഇനി ഇടാൻ പോകുന്നത്. അതിനായിട്ട് വലിയ സൈസിലുള്ള 2 ചൗച്ചവ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് തൊലി കളയാണ്ട് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് തോത്തി എടുക്കുകയാണ് കേട്ടോ. തോത്തി എന്ന് പറഞ്ഞാൽ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിച്ചെടുക്കുകയാണ്. ഒരു കോട്ടൻ്റെ തോർത്ത് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് വെജിറ്റബിൾസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന തോർത്തെടുക്കണേ, അല്ലാണ്ട് നമ്മൾ യൂസ് ചെയ്യണതൊന്നും എടുക്കരുത്. നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാര്യം ഏകദേശം പിടികിട്ടിയേക്കും. ഇത് ഞാനിങ്ങനെ ഉപ്പിലിട്ട് വെക്കാൻ പോവുകയാണ്. ഇത് വേഗം പെട്ടെന്ന് തന്നെ ഉപ്പും പുളിയൊക്കെ പിടിക്കുന്ന ടൈപ്പ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുന്നൊരു ഉപ്പിലിട്ട സംഭവമാണ് കേട്ടോ. ഞാനിവിടെ വീട്ടിൽ ഓൾറെഡി ഉണ്ടായിട്ടുണ്ടായിരുന്ന ബീട്രൂട്ട് ഉപ്പിലിട്ടതിൻ്റെ വെള്ളത്തിലേക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. സുർക്കയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് പച്ച വെള്ള കാന്താരിമുളക് കൂടി എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കീറി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഉപ്പ് കൂടി ഇട്ട് ഒരു കുറച്ച് നേരം ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഉപ്പൊക്കെ ഒന്ന് അലിഞ്ഞ് പോയതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള വിനിഗർ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. കൂടുതൽ പുളി വേണ്ടാത്തവർ തിളപ്പിച്ചാറിയ വെള്ളം യൂസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഉപ്പിലിട്ട് വെച്ച ചൗച്ചവ് നമുക്ക് ഒറ്റ ദിവസത്തിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കി എളുപ്പത്തിലെടുക്കാം. വീണ്ടും ഞാൻ 2 ചൗച്ചവ് എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത റെസിപ്പിയിലോട്ട് പോകാൻ കേട്ടോ. സെയിം പോലെ തന്നെ കട്ട് ചെയ്ത് അതിലെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി കളയുന്നുണ്ട്. ഈർപ്പമില്ലാത്ത രീതിയിൽ എടുത്തിട്ട് ക്യൂബായിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നത്. ഇതൊരു ടേസ്റ്റി പിക്കിളാണ്. ഇതേപോലെ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ കഴിക്കാൻ പറ്റുന്നൊരു അടിപൊളി പിക്കിളാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് നന്നായിട്ട് തുടച്ചിട്ട് എടുത്തിട്ട് കുറച്ച് മുളക് പൊടി, ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ചും കളറിനനുസരിച്ചും ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മളിതിലേക്ക് ടർമറിക് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മെയിനായിട്ട് ഇടാൻ മറക്കണ്ടാത്തൊരു കാര്യം കൂടിയാണ് ഉലുവ പൊടി കേട്ടോ. ഉലുവപ്പൊടി ഒരു 1/4 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ മിക്സ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് എത്രയാണോ നിങ്ങൾക്ക് ആവശ്യം അത്ര വിനിഗറാണ് ഒഴിച്ച് കൊടുക്കുന്നത്. കുറേ പേർക്കൊന്നും കൂടുതൽ പുളിയുള്ള അച്ചാറൊന്നും ഇഷ്ടമുണ്ടാവില്ല. പക്ഷേ പേഴ്സണലി ഞങ്ങളിവിടെ അത്യാവശ്യം പുളി കഴിക്കുന്നവരായതുകൊണ്ട് ഞങ്ങൾക്ക് അത്യാവശ്യം കൂടുതൽ വെള്ളമൊക്കെ വേണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തപ്പോൾ ഇപ്പോൾ തന്നെ കഴിക്കാൻ അടിപൊളിയാണ്. ഇതിലൊക്കെ ഉപ്പും പുളിയൊക്കെ വേഗം തന്നെ പിടിക്കും. ഇനി ഒരു 10 മിനിറ്റ് നമുക്കിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഈ ഒരു ഉപ്പും പുളിയൊക്കെ ഇതിൽ നന്നായിട്ട് പിടിച്ചും ചെയ്തോളും. ഇനിയാണ് കേട്ടോ നമ്മുടെ മെയിൻ സംഭവങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ കഴിക്കാവുന്നതാണ്, പക്ഷെ അടിപൊളിയായിട്ട് ഒന്നുകൂടി ടേസ്റ്റിയിൽ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മിനുക്കപ്പണികൾ കൂടിയുണ്ട്. അതുകൂടി ചെയ്യാം. അതൊരു 10 മിനിറ്റ് ഇതിങ്ങനെ റെസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു അച്ചാർ റെഡിയായി അപ്പം തന്നെ കഴിക്കാൻ പറ്റുന്നതാണ്. നമ്മൾ നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. ഒരു ഇത്തിരി കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനൊരു കടുകിൻ്റെ പേഴ്സണൽ, അതുകൊണ്ട് ഒരു ഇത്തിരി മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഒരു പച്ചമുളക്, ഒരു വലിയ ഇഞ്ചിയും ഇങ്ങനെ നീളത്തിലരിഞ്ഞത്, ഒരു 10-12 വെളുത്തുള്ളി ഇങ്ങനെ നീളത്തിലരിഞ്ഞത് കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കറി ലീവ്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറി ലീവ്സ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ഇപ്പം തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു അച്ചാറായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾക്ക് എടുത്ത് വെക്കാൻ വല്ല പ്ലാനും ഉണ്ടെങ്കിൽ കറി ലീവ്സ് ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. അപ്പോൾ അത് നമ്മളൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അത് നന്നായിട്ട് മൂത്ത് വന്ന ശേഷം നമ്മൾ മസാല കൂട്ടി വെച്ചിട്ടുള്ള ആ ചൗച്ചവിലെ വിനിഗറും ആ മസാലയൊക്കെ അടങ്ങിയിട്ടുള്ള ആ ഒരു വെള്ളം മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കും. ഇതാണ് നമ്മുടെ ഒരു ടേസ്റ്റിൻ്റെ മെയിൻ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഈ നമ്മൾ പെട്ടെന്ന് എടുക്കുന്നതുകൊണ്ട് വെളുത്തുള്ളിയിലും ഇഞ്ചിയിലൊക്കെ സുർക്ക പിടിക്കാനാണ് കേട്ടോ ഞാനിങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഇതൊന്നും ഇങ്ങനെ നന്നായി ഇതിലൊന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ നമുക്ക് തിക്കായിട്ടുള്ളൊരു ഗ്രേവി കിട്ടും ചെയ്യും. അത്യാവശ്യത്തിന് നല്ല പുളി ഉണ്ടാവും. വെളുത്തുള്ളി ഇഞ്ചിയൊന്നും പച്ച കടിക്കൂല. നമ്മൾ പെട്ടെന്ന് എടുക്കാനുള്ളതുകൊണ്ട് ജസ്റ്റ് ഉറപ്പായിട്ടും ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് കേട്ടോ ഇത്. ഇനി നമുക്കിതൊരു 2 മിനിറ്റ് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കാം, ഒന്ന് വറ്റിച്ചെടുക്കാം. ഒരു ഇത്തിരി പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പുളിയും ഉപ്പൊക്കെ ഒന്ന് മാനേജ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. വേണമെന്ന് നിർബന്ധമല്ല. ഓൾറെഡി ചൗച്ചൗവിന് ഒരു ചെറിയ സ്വീറ്റ്നെസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ അങ്ങനെ ചെയ്തൊന്ന് വറ്റിച്ചെടുത്ത ശേഷം ഈ ഒരു മസാലക്കൂട്ടിന് തന്നെ പ്രത്യേക ഫ്ലേവറാണ്. അത് നമ്മൾ ഈ ഒരു ചൗച്ചൗവിലൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്താൽ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ടുള്ള ഇൻസ്റ്റൻറ്റ് ചൗച്ചൗ പിക്കിൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഈ ഒരു സംഭവം ഷുവറായിട്ടും
ഉണ്ടാക്കി നോക്കണം. അൺഹെൽത്തി ആണെന്ന് എനിക്കറിയാം, വിനിഗറൊക്കെ വരുന്നതുകൊണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം കിട്ടുമ്പോൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാം. നമുക്ക് ചോറ് കഴിക്കാനൊന്നും വേറെ ഒന്നും വേണ്ട കേട്ടോ. ഇതൊരു അടിപൊളി റെസിപ്പിയാണ്. ഞാൻ ഉണ്ടാക്കി അപ്പം തന്നെ കഴിച്ചതിൻ്റെ ശേഷമാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് 100% ഉറപ്പായിട്ട് പറയാൻ കഴിയും ഇതൊരു അടിപൊളിയാണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പീസ് ഒന്നും ട്രൈ ചെയ്തിട്ടില്ലെങ്കിലും ചൗച്ചൗവിൻ്റെ ഒരു റെസിപ്പി എങ്കിലും 1 വീക്കിലി കഴിക്കാൻ പറ്റുകയാണെങ്കിൽ കഴിക്കുക. അത്രയും ഹെൽത്തിയാണ്. വീക്കിലി ഇല്ലെങ്കിലും നിങ്ങൾ കാണുമ്പോഴൊക്കെ വാങ്ങിയിട്ട് കഴിക്കുക കേട്ടോ. അപ്പോൾ ഇതുവരെ ചൗച്ചൗവിൻ്റെ ഒരു റെസിപ്പിയും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ആ തോരൻ ഉണ്ടാക്കിയെടുക്കുക. ഇപ്പോൾ നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസ് ആണെങ്കിൽ പിക്കിൾസ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല, പറഞ്ഞ പോലെ തന്നെ അതൊരു ഇത്തിരി അൺഹെൽത്തി എലമെൻറ്റ്സ് കൂടിയും ആഡ് ആകുന്നതാണ്. അയൺ കണ്ടൻറ്റ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ എപ്പോഴും കഴിക്കുന്നത് നല്ലതല്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നതൊക്കെ ഭയങ്കരമായിട്ട് ഹെൽത്തിന് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇനിയും ഇതിൻ്റെ പല വിഭവങ്ങൾ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ലൈഫിൽ ഒരു തവണയെങ്കിലും ഈ 3 റെസിപ്പീസും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. 3 റെസിപ്പീസും ഒന്നിനൊന്ന് മെച്ചാണെന്ന് ഞാൻ 100% ഉറപ്പ് തരാണ്. ഈ ഒരു പിക്കിളൊക്കെ ഉണ്ടാക്കി നോക്കി കഴിച്ചതിന് ശേഷം മാത്രമാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതാണ് ഞാൻ ഇത്ര കോൺഫിഡൻസോടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. 3 റെസിപ്പീസും ട്രൈ ചെയ്ത ശേഷം കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. നിങ്ങളിങ്ങനെ ചെയ്യാറുണ്ടെങ്കിൽ അതും ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇതുവരെ കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് പോവാതിരിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊന്ന് ഷെയർ ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന വിശ്വാസത്തിൽ നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.